ചില പാരൻസ് മക്കളെ കൊണ്ടുവന്ന് വളരെ സീരിയസ് ആയിട്ട് പറയും, ഇവൻ എക്സാം ആണെന്നുള്ള ടെൻഷനേ ഇല്ല, കൗൺസിലിംഗ് വേണമെന്ന്. ടെൻഷൻ ഇല്ലെങ്കിൽ നല്ലതല്ലേ, ഹീസ് ഗ്രേറ്റ്. ടെൻഷൻ മാറാൻ വേണ്ടി പലരും മരുന്ന് കഴിക്കുമ്പോൾ കൗൺസിലിംഗ് ചെയ്ത് ടെൻഷൻ കൂടേണ്ട കാര്യം എന്താണ്? ഇവിടെ എക്സാം എന്ന് വെച്ചാൽ എന്താണ്? ബേസിക്കലി കുറച്ച് ഉത്തരങ്ങൾ ഓർമ്മിച്ച് അത് പേപ്പറിലേക്ക് പകർത്തി വെക്കുന്നു. മെമ്മറിയാണ് ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്. ജയിച്ചാൽ നല്ലത്, പിന്നെ അതിന്റെ പിറകെ പോകണ്ടല്ലോ. തോറ്റെന്ന് കരുതുക. ആര് പറഞ്ഞു നിങ്ങൾ തോറ്റെന്ന്? അവരുണ്ടാക്കിയ സിലബസ്, അവരുണ്ടാക്കിയ ക്വസ്റ്റ്യൻ പേപ്പർ, അവരിടുന്ന മാർക്ക്, ഇത്ര മാർക്കിന് മേലെ ജയം താഴെ തോൽവി ഒക്കെ അവർ തന്നെ പറയുന്നു. നിങ്ങളുടെ കഴിവുകളെ പോളിഷ് ചെയ്ത് അതിലൊരു എക്സാം നടത്തട്ടെ, അപ്പ കാണാം. ഒരു താല്പര്യമില്ലാത്തൊരു സബ്ജക്റ്റ് ഓർത്തു വെക്കാൻ പറ്റാത്തതിന്റെ പേരിൽ നിങ്ങൾ എവിടെയും തോൽക്കുന്നില്ല, കഴിവില്ലാത്തവനാവുന്നില്ല. അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അത് ഈ സൊസൈറ്റിയുടെയും ഇവിടുത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെയും പോരായ്മയാണ്. പല പാരന്റ്സിനും ഇതൊക്കെ അറിയാം. പക്ഷെ പ്രശ്നം മാർക്ക് കുറഞ്ഞ ആ നാട്ടുകാർ, വീട്ടുകാർ, ബന്ധുക്കളൊക്കെ എന്ത് പറയുന്നതാണ്. മാർക്ക് കുറഞ്ഞെങ്കിൽ അടുത്ത ചാൻസിൽ ഇമ്പ്രൂവ് ചെയ്യണം. ബിക്കോസ് ഈ സിസ്റ്റത്തിൽ ജീവിക്കുന്നതുകൊണ്ട് ഇതൊക്കെ വേണമല്ലോ. അല്ലാതെ എന്റെ പൊന്നുമക്കളെ ഈ ബ്ലഡി നോൺസെൻസിന് വേണ്ടി ആത്മഹത്യയെ പറ്റി ഒന്നും ചിന്തിക്കല്ലേ. ലൈഫിൽ ഇനി എന്തൊക്കെ ആസ്വദിക്കാനുണ്ടെന്നോ.